രമേശ് ചേട്ടാ എന്നോട് ചോദിക്കണം, മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിച്ചേ. മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പോകും. അവൾ ഉദ്ദേശിച്ചത് തിരക്കാണ് പോകുമെന്നാണെങ്കിലും ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു സൂചനയാണോ ക്ഷണമാണോ എന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതി മോഡുലേഷനാണ് അവളുടെ. അങ്ങനെ ഏകദേശം എല്ലാവരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തൻ മാത്രം സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് 96-ലെ വിജയ് സേതുപതി കളിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മയിൽപ്പീലി ഉണ്ട്. എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയാ, ഇത് പണ്ട് നമ്മുടെ ക്ലാസ്സിലെ നിമ്മി തന്നിട്ട് പോയതാ. അവൾ ഇത് തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇത് സൂക്ഷിച്ചു വെക്കണം, ഇത് പ്രസവിച്ച് 2 ആവുന്നതിൻ്റെ അന്ന് നമ്മൾ 1 ആവുമെന്ന്. അങ്ങനെ 12 വർഷമായിട്ട് അവനത് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിമ്മി വന്നു. ഇവൻ പ്രതീക്ഷിച്ചത് 96-ലെ തൃശ്ശയാണെങ്കിലും വന്നത് ഗോഡ്ഫാദറിലെ ലളിത ചേച്ചിയാ. കയ്യിലും ഒക്കത്തൊക്കെ ആയിട്ട് ഒരു 5-6 പിള്ളേര്. അപ്പോഴാണ് ഒരു സേതുപതി ആവാൻ നിന്ന അവനെ എനിക്കിപ്പോൾ ഒരായ മതിയെന്നും പറഞ്ഞ് 2 കുട്ടികൾ അവൻ്റെ കയ്യിലും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി. അപ്പോഴാണ് അവന് മനസ്സിലായത് വന്ധ്യത ബാധിച്ച മയിൽപ്പീലി കൊടുത്ത് അവൾ അവനെ തേച്ചതാണെന്ന്. സാധാരണ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ചിട്ടേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഹിറ്റ് പടം റിലീസ് ചെയ്യും, ഉടനെ തന്നെ 2ാമത്തെ ഹിറ്റും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങ് നിർത്താറാണ് പതിവ്. പക്ഷേ ഇവളുടെ ഭർത്താവ് ഒരു രാജമൗലിയാന്ന് തോന്നുന്നു, അടുപ്പിച്ച് 5-6 ഹിറ്റ്. അവസാനത്തെ ആണെങ്കിൽ RRR 3 എണ്ണം. ഈ ബഹളത്തിന്റെ ഇടയ്ക്കുണ്ട് ഏതോ ഒരു അമ്മാവൻ കയറി വരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോ അത് ആരാ ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ചേട്ടൻ 9 തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 6-ലെത്തിയപ്പോഴും 9 തന്നെ, 7-ലെത്തിയപ്പോഴും 9 തന്നെ. അവസാനം 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പുള്ളി ഞങ്ങളുടെ ക്ലാസ്മേറ്റുമായി, ഞങ്ങളുടെ കൂടെ 10-ലോട്ട് പാസ്സുമായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാന്ന്. അല്ല, ആ വർഷം മുതലാണ് യൂണിഫോം പാവാട മാറ്റി ചുരിദാറാക്കിയത്. അപ്പോഴാണ് പുള്ളിയുടെ നോട്ടം പാവാടയിൽ നിന്ന് മാറി പാഠപുസ്തകത്തിലേക്കായത്. അങ്ങനെയാണ് പാസ്സായത്.